5000-ൽ പരം പുരുഷന്മാർ ഉള്ള ഒരു സമൂഹത്തിൽ, അതിനർത്ഥം അതിനെ കഴിഞ്ഞും ഇരട്ടി സ്ത്രീകളും കുട്ടികളുമുണ്ട്. അത്രയുമുള്ള ഒരു സമൂഹത്തെ ഈ 5 അപ്പവും 2 മീനും കൊണ്ട് തൃപ്തിപ്പെടുത്തി അവരെ പറഞ്ഞയക്കുകയും അതിനുശേഷം മിച്ചം വന്നത് ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത്. ഇവിടെ നാം കാണുന്നുണ്ട്, പുൽത്തകിടിയിൽ അവരോട് ഇരിക്കാൻ പറയുകയാണ്. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എന്നെ മേയ്ക്കുമെന്ന് സങ്കീർത്തകൻ പറഞ്ഞതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇവിടെ പച്ചയായ പുൽത്തകിടിയിൽ ഇരിക്കാൻ ഈശോ കൽപ്പിക്കുക. ഇതൊരു വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ചുള്ള ഒരു മുന്നാസ്വാദനമായിട്ടാണ് ഈ അപ്പം വർദ്ധിപ്പിക്കൽ കാണേണ്ടത്. അവിടെ ഈശോ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷങ്ങളിലൊക്കെ ഈ സംഭവം വിവരിക്കുമ്പോൾ 50ഉം 100ഉം ഗണങ്ങളായിട്ട് അവരെ ഇരുത്തുവിൻ എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ഈ അപ്പം, അവിടുത്തെ ശരീരവും രക്തവും വിളമ്പിത്തരാൻ വേണ്ടി ദൈവം കൃത്യമായി ഓരോ ഇടവകകളും ഓരോ മിഷനുകളും ഒക്കെ അനുവദിച്ചു തന്നിട്ടുണ്ട്. ആ മിഷനിലായിരിക്കണം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ അപ്പം ഭക്ഷിക്കേണ്ടതും പാനം ചെയ്യേണ്ടതും. ആ ഒരു കൂട്ടായ്മയിലായിരിക്കണം നമ്മളെല്ലാം ഭക്ഷിച്ച് തൃപ്തരാകേണ്ടതെന്ന് സൂചിപ്പിക്കാനാണ് പച്ചയായ പുൽത്തകിടിയിൽ കൃത്യമായ അളവിലും തൂക്കത്തിലും പല പന്തികളായിട്ട് ആൾക്കാരെ ഇരുത്താൻ പറഞ്ഞ് ഈശോ അവർക്ക് ഭക്ഷണം കൊടുക്കുക. വേണമെങ്കിൽ ഈശോയ്ക്ക് പറയാമായിരുന്നു, നിങ്ങൾക്ക് കംഫർട്ടായ സ്ഥലങ്ങളിൽ പോയി ഇരിക്കുക, അവിടെ നിങ്ങളുടെ ശിഷ്യന്മാര് ഭക്ഷണം കൊണ്ട് തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നിടത്തൊക്കെ ഇരിക്കാൻ പറയാമായിരുന്നു. പക്ഷേ ഈശോ അപ്രകാരമല്ല പറഞ്ഞത്. മറിച്ച് പച്ചയായ പുൽത്തകിടിയിൽ 50ഉം 100ഉം കണങ്ങളായിട്ട് കൂട്ടമായിട്ടിരിക്കെ അവിടെ നിങ്ങളുടെ ശിഷ്യന്മാര്, അതായത് സഭ, നിങ്ങൾക്ക് അപ്പം വിളമ്പിത്തരും. അത് ആസ്വദിച്ച് തൃപ്തി വന്ന് നിങ്ങൾ കടന്നു പോകണമെന്ന് ഈശോ സൂചിപ്പിക്കുകയാണ് ഇതിലൂടെ. അതുപോലെ തന്നെ ഈ ഇരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ ആഴമൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അതിനു മുമ്പ് ഇതുപോലെ ഈശോയോ ആരെങ്കിലും അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു അത്ഭുതം കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കാൻ പറയുമ്പോൾ അവർ ഇരിക്കുകയും അവർക്ക് എന്തു പ്രതീക്ഷയോടെ കാത്തിരിക്കാനും പറ്റും. പക്ഷേ അതിനു മുമ്പ് ഒരു അത്ഭുതം ഇവർ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ വിശന്നലയുന്ന നേരം വൈകിയവരോട് ഈശോ പറയുകയാണ്, അവരെ അവിടെ ഇരുത്താൻ പറയുമ്പോൾ എന്ത് പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ ഇരിക്കുക. നമുക്കറിയാം, സാധാരണഗതിയിൽ നേരം വൈകുമ്പോൾ നമുക്ക് അവർക്ക് പോകാനുള്ള തിരക്കുകൂട്ടലാണ്. ഈ തിരക്കുകൂട്ടലിന്റെ ഇടയിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരിക്കുകയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തവർക്ക് ദൈവം വിളമ്പിക്കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. ആ അപ്പമാണ് തൃപ്തരാക്കപ്പെടുന്ന അപ്പം. നമുക്കറിയാം, അത് കഴിഞ്ഞ് ഈശോ 4 കാര്യങ്ങളാണ് ഈ അപ്പം എടുത്തിട്ട് ചെയ്തത്. അവൻ കൈകളിൽ ഇത് എടുത്തു, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, വാഴ്ത്തി, മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. ഈ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ ഇത് കൊണ്ടുപോയി വിളമ്പാൻ. യേശുവിന് തന്നെ പറഞ്ഞാൽ, ഇത്രയും മരിച്ചവനെ പോലും ഉയർപ്പിച്ച യേശുവിന് പറഞ്ഞാൽ, ഈ പന്തിയിൽ ഇല്ലെങ്കിൽ ഈ പുൽത്തകിടിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് അപ്പം വരികയില്ലേ? വരുവോ? വരട്ടെ എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ മന്ന പൊഴിച്ച ദൈവത്തിന്, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിന് ഈ ഇരിക്കുന്ന പുൽത്തകിടിയിൽ ഇരിക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് അപ്പം വീഴട്ടെ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ച ദൈവത്തിന് അത് സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് ശിഷ്യരുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ അവർക്ക് വിളമ്പിക്കൊടുക്കാൻ പറയുന്നത്? എന്തുകൊണ്ടാ? ആർക്കും അറിയത്തില്ല. ഭാഗഭാഗിത്വം. അതെ, ശിഷ്യന്മാരാരുടെ പ്രതിനിധികളാ?
യേശുവിൻ്റെ, അതുപോലെ തന്നെ യേശു സ്ഥാപിച്ച സഭയുടെ പ്രതിനിധികളാണ് ഓരോ ശിഷ്യന്മാരും. ആ ശിഷ്യന്മാരുടെ കൈവപ്പ് ശുശ്രൂഷ വഴിയിൽ മെത്രാന്മാര് അവരുടെ കൈവപ്പ് വഴി പൗരോഹിത്യം, ഈ പൗരോഹിത്യത്തിലൂടെ സഭയാകുന്ന മാതാവിൽ നിന്ന് പൗരോഹിത്യത്തിലൂടെ ദൈവം അനുവദിച്ചിരിക്കുന്ന പുരോഹിതരിലൂടെയാണ് എന്ത് നൽകപ്പെടുന്നത്? വിശുദ്ധ കുർബാന നൽകപ്പെടുന്നത്. പച്ചയായ പുൽത്തകടിയിൽ ആരാണ് നമ്മെ യഥാർത്ഥത്തിൽ നയിക്കുക? ദൈവത്തിൻ്റെ ഇടയന്മാരിലൂടെ നമ്മെ നയിക്കും. അവരിലൂടെ വിശുദ്ധ കുർബാന എന്ന അപ്പം നമുക്ക് വിളമ്പിത്തരും. അവിടെയാണ് നമ്മൾ തൃപ്തരാക്കപ്പെടേണ്ടതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ശിഷ്യന്മാരുടെ കയ്യിൽ ഇത് കൊടുത്തിട്ട് പറഞ്ഞയക്കുക, നിങ്ങൾ അവർക്ക് പോയി വിളമ്പിക്കൊടുക്കുകയും. ഈ ശിഷ്യന്മാരുടെ കടമയാണ് എല്ലാവർക്കും ഈ അപ്പം വിളമ്പിക്കൊടുക്കുക എന്നത്. വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന സമൂഹത്തിന്, വിശ്വാസത്തോടെ ദൈവത്തിന്റെ അപ്പത്തിനായി ദാഹിക്കുന്ന വിശന്ന് നിൽക്കുന്ന മനുഷ്യർക്ക് ദൈവത്തിന്റെ അപ്പം വിളമ്പിക്കൊടുക്കുമ്പോൾ അവർക്ക് തൃപ്തരാകും. അങ്ങനെ തൃപ്തരായി മിച്ചം വരുന്നതാണ് അവിടുന്ന് ശേഖരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വാഴ്ത്തിയ അപ്പം ഒരു കഷണം പോലും അവശേഷിക്കാൻ പാടില്ല, അത് ശേഖരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ബാക്കി വന്നത് ശേഖരിക്കുവിനെന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന വിളമ്പിക്കൊടുത്തതിന് ശേഷം മിച്ചമുള്ളത് നമ്മൾ സക്രാരിയിൽ സൂക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരു കണിക പോലും അത് നഷ്ടപ്പെടാൻ പാടില്ല, കാരണം അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറിയതാണ്. അപ്പം വിശുദ്ധ കുർബാന നമുക്ക് നൽകാൻ വേണ്ടി ദൈവം ഓരോ പുരോഹിതരെയും ഓരോ കാലഘട്ടത്തിൽ നമ്മളിലേക്ക് അയക്കും. ആ പുരോഹിതരിൽ നിന്നാണ് നാം എല്ലാം വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടവര്. ഇവിടെ ഈശോയ്ക്ക് സൗകര്യമനുസരിച്ചാണെങ്കിൽ ഇവിടെ ചെയ്യുന്ന നമ്മളാണെങ്കിൽ ഇപ്പം നാളെ നിങ്ങൾ പോകുന്നതിന് തിരക്കും, ധ്യാനം അങ്ങ് നീണ്ടുപോയി, നാളെ നിങ്ങളുടെ വണ്ടിയൊക്കെ വണ്ടിക്ക് പോകേണ്ട സമയമായി, ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഭക്ഷണം തരാമെന്ന്. അപ്പോൾ സൗകര്യപ്രദമായിട്ട് ഇവിടുത്തെ വോളണ്ടിയേഴ്സ് തീരുമാനിച്ചു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, അത് പോകുന്ന വഴി കഴിച്ചോട്ടെ, എന്നാൽ പാക്ക് ചെയ്ത് തന്നേക്കാം, കാരണം നിങ്ങളുടെ തെറി കേൾക്കണ്ടല്ലോ എന്നോർത്തുകൊണ്ട് അവർ പാക്ക് ചെയ്ത് തന്നുവിടും സൗകര്യത്തെ പ്രതി. ഇവിടെ നേരം വൈകി എല്ലാവരും വിശന്നിരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ഈശോയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു പാക്കറ്റ് തന്നു വിടാം, സൗകര്യമനുസരിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞു വിടാമായിരുന്നു. പോകുന്ന വഴി നിങ്ങൾ കഴിച്ചു, അങ്ങനെ പറഞ്ഞു വിടാമായിരുന്നു. പക്ഷേ ഈശോ പറഞ്ഞു, അവിടെ ഇരിക്ക്, നിങ്ങൾ ദാഹത്തോടെ ഇരിക്കണം, വിശ്വാസത്തോടെ ഇരിക്കണം. വിശ്വാസത്തോടെ ഇരിക്കുമ്പം ദൈവം നിയോഗിച്ച ഇടയന്മാർ നിങ്ങൾക്ക് വേണ്ടി അപ്പം വിളമ്പിത്തരാനായിട്ട് വരും. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അപ്പം കിട്ടുന്നിടത്ത് പോകാനല്ല ഈശോ പറഞ്ഞത്, മറിച്ച് അപ്പം ദൈവം വിളമ്പുന്നിടത്ത് സ്വീകരിക്കാനാണ് നമ്മുടെ എല്ലാവരുടെയും കടമ ഉള്ളത്. ഇപ്പൊ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗകര്യത്തെ പ്രതി ഇടവകപ്പള്ളിയിൽ നിന്നല്ലാതെ അടുത്ത പള്ളിയിലേക്കൊക്കെ പോകുന്ന പ്രവണത കൂടിക്കൊണ്ടിരിക്കുക. പലപ്പോഴും പല ലെയിം എക്സ്ക്യൂസുകൾ ഉണ്ട്. നമുക്ക് അടുത്താണ്, പെട്ടെന്ന് തീരും, മക്കൾക്ക് ഇന്നത് മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മുടെ കൂട്ടായ്മയെ ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ നിന്ന് അകന്ന് നമ്മുടെ സൗകര്യത്തിനൊപ്പം ഭക്ഷിക്കാൻ പോകണ്ട എന്നാണ് ഇതിലൂടെ ഈശോ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരിടയനെ ദൈവം നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു ഇടവക നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു മിഷൻ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചോ നിങ്ങളുടെ സമയത്തിനനുസരിച്ചോ അല്ല ദൈവം വിളമ്പുന്നതിനെ വിശ്വാസത്തോടെ ആർത്തിയോടെ കാത്തിരുന്ന് സ്വീകരിക്കുമ്പോഴാണ് അതിൽ അനുഗ്രഹമുണ്ടാകുക, അതിൽ സംതൃപ്തി ഉണ്ടാകുക, അതിനകത്ത് മിച്ചം വയ്ക്കാൻ പറ്റുക. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ മിഷന്റെ അംബാസഡർ ആയിട്ടാണ് അയക്കുക. ഇവിടുന്ന് 450-ൽ പരം ആൾക്കാർ ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മിഷനുകളെല്ലാം ഒരു അനുഭവത്തിൻ്റെ ദിവസങ്ങളായിട്ട് ഇനി മാറണം.
മുന്നോട്ടുള്ള എല്ലാ പ്രയാണത്തിലും നമ്മളെല്ലാവരും മിഷനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാകും. ചിലപ്പോഴൊക്കെ ചില പ്രവണതകൾ കണ്ടുകൊണ്ട് ഒത്തിരി നല്ല മനുഷ്യര് ഒത്തിരിയേറെ മിനിസ്ട്രിയിൽ അവര് സേവനം ചെയ്യുന്നുണ്ട്. ഈ മിനിസ്ട്രിയിൽ സേവനം ചെയ്യാനായി ഞായറാഴ്ചയിലുള്ള നമ്മുടെ മിഷന്റെ കുർബാനകൾ പോലും ഒഴിവാക്കി മിനിസ്ട്രിയിൽ സേവനം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മിഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകേണ്ട, ഞായറാഴ്ച ദിവസങ്ങളിൽ മാതൃകയാകേണ്ട ചില വ്യക്തിത്വങ്ങളുടെ മാതൃക നഷ്ടപ്പെട്ട് ചിലപ്പോഴൊക്കെ ഞായറാഴ്ച വരുമ്പോൾ ഈ വിശ്വാസം കുറഞ്ഞ ആൾക്കാരെ മാത്രം കണ്ടു വളരുന്ന മക്കളായിട്ട് മാറും. നമുക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഇടവക പള്ളികളിൽ നോക്കുമ്പോൾ മാതൃകയായി നിൽക്കുന്ന ചില ചേട്ടന്മാരും ചേച്ചിമാരും കാറ്റഗിസം ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ കണ്ടു പഠിക്കാനാണ് നമ്മുടെ മാതാപിതാക്കൾ പോലും നമുക്ക് പറഞ്ഞു തരിക. അങ്ങനെ ഒരു മാതൃകാപരമായ ക്രൈസ്തവ ജീവിതം, ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ സാന്നിധ്യം നമ്മുടെ മിഷനുകളിൽ കുറഞ്ഞു വരികയും കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃക കാണാൻ പറ്റാതെ വരികയും ചെയ്യുന്ന വലിയൊരു അപകടം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഏത് മിനിസ്ട്രിക്കാണെങ്കിലും ഞായറാഴ്ചകളിൽ സഭയോട് ചേർന്ന്, നമ്മുടെ ഇടവകയോട് ചേർന്ന് നമുക്ക് ദൈവം സ്ഥാപിച്ചു തന്നിരിക്കുന്ന ഇടവകയിലാണ് നമ്മൾ സേവനം ചെയ്യേണ്ടത്. ഒരുപക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല ഞാൻ പറയുന്നത്, പക്ഷേ ദൈവത്തിന്റെ കൽപ്പന അതാണ്. ഇടവകയോട് ചേർന്ന് നിന്ന് നമ്മൾ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുക. അതിനാണ് ദൈവം നമുക്ക് പന്തികളായി തിരിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കണം, നിങ്ങൾക്ക് വേണ്ടി ശിഷ്യന്മാര് ഭക്ഷണം വിളമ്പുമെന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. സഭയുടെ പഠനവും അത് തന്നെയാണ്. ഞായറാഴ്ചകളിലെങ്കിലും ഇടവക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വിശ്വാസ പരിശീലനവും ആധ്യാത്മിക വളർച്ചയും നമുക്കുണ്ടാകണം. അങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് വളർത്താൻ പറ്റുക. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. അമേരിക്കയിലെ മയാമിയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു കുടുംബം 2.5 മണിക്കൂർ നേരം ഒരു സൈഡിലേക്ക് യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരിക. 2.5 മണിക്കൂർ. അത് ഇവിടുത്തെ പോലെ സ്പീഡിലല്ല, 90-95 മൈൽ സ്പീഡിൽ നമുക്ക് ഫ്രീ വേയിലൂടെ പോകാം. അത്രയും സ്പീഡിൽ, ഇത്രയും ദൂരത്തിലുള്ള ഈ വീട്ടുകാർ വന്ന് അവിടെ വരുന്നു. രാവിലെ കുഞ്ഞുങ്ങൾക്ക് വേദപാഠം. നമ്മുടെ അവിടെ 2 കുർബാനകളുണ്ട്. ആദ്യമേ നമ്മുടെ സ്വന്തം പള്ളി ആയതുകൊണ്ട് തന്നെ രാവിലെ മലയാളം കുർബാനയുടെ സമയത്ത് ഹാളിൽ കുട്ടികൾക്ക് വേദപാഠം. കുട്ടികളുടെ വേദപാഠം കഴിയുമ്പോൾ അവർക്ക് വേണ്ടി തന്നെ നമ്മുടെ സീറോ മലബാറിലുള്ള ഇംഗ്ലീഷ് കുർബാന. ആ സമയത്ത് നമ്മുടെ കാർന്നവന്മാർ സോഷ്യലൈസേഷനൊക്കെ ചെയ്ത്, അവിടെ ചെറിയ പള്ളി ആയിരുന്നതുകൊണ്ട് അവർ ഉച്ചഭക്ഷണവും കൂടെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞാണ് എല്ലാവരും തിരിച്ച് വീടുകളിലേക്ക് പോകുക. അപ്പം വീട്ടിലേക്കും തിരിച്ചു പോകുമ്പോഴും 2.5 മണിക്കൂർ. ഞായറാഴ്ച ഒരു അവധി കിട്ടുന്ന ദിവസം കുർബാനയ്ക്കും വേദപാഠത്തിനും വേണ്ടി തന്നെ ഒരു ദിവസം കംപ്ലീറ്റ് പോവുകയാണ് ആ കുടുംബത്തിന്റെ. ഞാൻ അവരോട് ചോദിച്ചു, എല്ലാ ഞായറാഴ്ചയും ഏറ്റവും ആദ്യമേ വരുന്നതും ഇവരാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഈ പിള്ളേരെയും കൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് എല്ലാ ഞായറാഴ്ചയും വരിക ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അവര് പറഞ്ഞത് ഒരു ഉത്തരമാണ് എൻ്റെ കണ്ണു തുറപ്പിച്ചത്. അവര് പറഞ്ഞു, വച്ചാ ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല, ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ടൈമാ ഈ സമയം. കാരണം ഞങ്ങൾ 2.5 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുട്ടികളോട് പറയാനുള്ളത് അവർ കേൾക്കും, അവർക്ക് ഞങ്ങളോട് പറയാനുള്ളത് ഞങ്ങളും കേൾക്കും. വീണ്ടും 2.5 മണിക്കൂർ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അവരോടും പറയാൻ പറ്റും, അവർക്ക് പറയാനുള്ളത് ഞങ്ങൾക്കും പറയാൻ പറ്റും. വീട്ടിലാണെങ്കിൽ ഇവർ വന്നു കഴിഞ്ഞാൽ റൂമുകളിലേക്കൊക്കെ പോകുള്ളൂ. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒന്ന് സമയം ചെലവഴിക്കാൻ കിട്ടുന്ന ഗോൾഡൻ ടൈമാണച്ച. അതുകൊണ്ട് ഒരു ഞായറാഴ്ച പോലും ഞങ്ങൾ ഇത് ഒഴിവാക്കില്ല എന്ന് പറഞ്ഞ് എല്ലാ ഞായറാഴ്ചയും വേദപാഠത്തിനും വിശുദ്ധ കുർബാനയ്ക്കും വരുന്ന 2.5 മണിക്കൂർ ദൂരം ഓടിച്ചു വരുന്ന കുടുംബമുണ്ട് നമുക്ക്. അതുകൊണ്ട് നമ്മൾ ദൂരം ഒരു പ്രശ്നമായിട്ട് പറയരുത്, ഭാഷ ഒരു പ്രശ്നമായിട്ട് പറയരുത്. യാക്കോബായ സഭയിലും അതുപോലെ മറ്റ് മലങ്കര സഭയിലുമൊക്കെ വിശുദ്ധ കുർബാന എത്ര നീളമുള്ള കുർബാനയാ. അതിനകത്ത് സുറിയാനി പദങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്ത് ഭാഷ മനസ്സിലാക്കിയിട്ടാ ഈ കുഞ്ഞുങ്ങൾ ആ പള്ളിയിൽ അല്ലാതെ പോകില്ല.
ഈ മാതാപിതാക്കൾ ആ പള്ളിയിലല്ലാതെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകില്ല. അതുകൊണ്ട് എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് പല കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ എക്സ്ക്യൂസ് കണ്ടുപിടിക്കുകയല്ല, ദൈവം കൽപ്പിച്ചു തന്നതിനെ അനുസരിക്കുന്നതിലൂടെയാണ് നമ്മളിലേക്ക് കൃപാവരം ഉണ്ടാകുക. ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് നമ്മുടെ ദൗത്യത്തിലേക്ക് നാളെ മുതൽ നമ്മൾ ദൗത്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളിലൂടെ ഈ ജ്ഞാനായ മിഷൻ ഒത്തിരി വിശദീകരിക്കപ്പെടണം. ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിനിടയിൽ ഒത്തിരിയേറെ ഭിന്നിപ്പിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്രയും പേര് പ്രാർത്ഥിച്ച് ഒന്നിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നമ്മളെയും കൂടെ ചേർത്ത് വെക്കണം. നമ്മളും അതിന് മനസ്സ് കാണിക്കണം, നമ്മളും അതിന് സമയം ചെലവഴിക്കണം, നമ്മളും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മിഷനുകളെ കേന്ദ്രീകരിച്ച് എല്ലാ കാര്യത്തിലും നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുക. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമ്മുടെ മിഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവവചനത്തെക്കുറിച്ച് അറിഞ്ഞവനും അവൻ്റെ മിഷൻ ദൗത്യത്തെക്കുറിച്ചും അറിഞ്ഞവൻ അതിൽ നിന്നും മാറിപ്പോകാൻ അവൻ അവകാശമില്ല. ദൈവം നമ്മളെ വിളിച്ചതാണ്, ദൈവം നമ്മെ ഏൽപ്പിച്ചതാണ്. അതിലൂടെ നമ്മുടെ മിഷനുകൾ ഒത്തിരിയേറെ വളരും. നമുക്കറിയാം, നമ്മുടെ ഈ ഫയറിലെയും അതുപോലെ ഇതിൻ്റെ പാർട്ടിസിപ്പൻസ് ആയ നിങ്ങളെല്ലാം ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഈ ധ്യാനത്തിൽ വന്നത്. അതിൻ്റെ വലിയ കൃപയും അഭിഷേകവും നമുക്കുണ്ടാകുന്നുണ്ട്. നമ്മുടെ ധ്യാനത്തിൻ്റെ ദിവസം തന്നെ 3 ലക്ഷത്തിൽ പരം നന്മ നിറഞ്ഞു മറിയമേയും അതുപോലെ ദാനിയേൽ ഫാസ്റ്റിങ് 2 പ്രാവശ്യവും അതുപോലെ ആയിരക്കണക്കിന് ജപമാലകളുമൊക്കെ നമ്മുടെ ഈ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി. ദാനിയേൽ അച്ഛൻ പറഞ്ഞതുപോലെ അനേകർ പുറത്തു നിന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി. ആ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ വിളിച്ചിട്ടുള്ളതാണെങ്കിൽ, ആ ഒരു കടമ നമുക്കെല്ലാവർക്കുമുണ്ട്. സഭയോട്, ദൈവത്തോട്, നമ്മുടെ മിഷനോട് ചേർന്ന് പ്രവർത്തിച്ച് അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന പുളിമാവാകാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ പുളിമാവായി തീരാൻ നമുക്ക് ഈ ബലിയിലൂടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.